ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 3, 4, 5 അധ്യായങ്ങൾ. അധ്യായം 3. അനന്തരം ശലോമോൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോൻ്റെ മകളെ വിവാഹം ചെയ്തു. തൻ്റെ അരമനയും യഹോവയുടെ ആലയവും യെരുശലേമിന് ചുറ്റുമതിലും പണിതു തീരുവോളം അവളെ ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയാതിരുന്നതുകൊണ്ട് ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോന്നു. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. തൻ്റെ അപ്പനായ ദാവീദിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടന്നുവെങ്കിലും അവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിരിപ്പാൻ അവന് ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിനെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. ശലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നമെന്ന് കണ്ടു. പിന്നെ അവൻ യെരുശലേമിലേക്ക് മടങ്ങി വന്ന് യഹോവയുടെ നിയമപെട്ടകത്തിൻ്റെ മുമ്പാകെ നിന്നു. ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. തൻ്റെ സകല ഭൃത്യന്മാർക്കും വിരുന്നു കഴിച്ചു. അനന്തരം വേശ്യമാരായ 2 സ്ത്രീകൾ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു. അവരിൽ ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിൻ്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തൻ്റെ മകൻ്റെ മേൽ കിടന്നുപോയതുകൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയൻ്റെ അരികെ നിന്ന് അടിയൻ്റെ മകനെ എടുത്ത് അവളുടെ പള്ളക്കലും അവളുടെ മരിച്ച മകനെ അടിയൻ്റെ പള്ളക്കലും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറേ, അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല. അതിന് മറ്റേ സ്ത്രീ, അങ്ങനെയല്ല, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ, മരിച്ചത് നിൻ്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിൻ്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിൻ്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിൻ്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് മറ്റേവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരീൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റേവൾക്കും കൊടുപ്പിനെന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഉള്ളു കത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ എൻ്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവേൻ എന്ന് പറഞ്ഞു. മറ്റേവളോ, എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പിൻ, അവൾ തന്നെ അതിൻ്റെ തള്ള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. അധ്യായം 4. അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായി. അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ, സാദോക്കിൻ്റെ മകൻ അസരിയാവ് പുരോഹിതൻ, ശീശയുടെ പുത്രന്മാരായ എലീഹോരെഫും അഹിയാവും രായസക്കാർ, അഹീലൂദിൻ്റെ മകൻ യഹോശഫാത്ത് മന്ത്രി,
യഹോയാദയുടെ മകൻ ബെനയാവ് സേനാധിപതി. സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ. നാഥാന്റെ മകനായ അസര്യാവ് കാര്യക്കാരന്മാരുടെ മേധാവി. നാഥാന്റെ മകനായ സാബൂത്ത് പുരോഹിതനും രാജാവിൻ്റെ സ്നേഹിതനുമായിരുന്നു. അഹീഷാർ രാജഗൃഹവിചാരകൻ. അബ്ദയുടെ കെൻ അദോനീരാം ഊഴിയവേലക്കാരുടെ മേധാവി. രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ശലോമോന് ഇസ്രായേലിലൊക്കെയും 12 കാര്യക്കാരന്മാരുണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തരുടെ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. അവരുടെ പേരാവിത്: എഫ്രൈം മലനാട്ടിൽ ബെൻ ഹൂർ, മാക്കസ്, ഷാൽബീം, ബേത് ഷെമേഷ്, ഏലോൻ ബേത് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻ ദേക്കർ, അരുബേത്തിൽ ബെൻ ഹേസർ. സോഖോവും ഹേഫർ ദേശം മുഴുവനും അവൻ്റെ ഇടവക ആയിരുന്നു. നാഫത്ത് ദോറിൽ ബെൻ അദീനാബ്. അവന് ശലോമോന്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു. അഹീലൂദിന്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഹീദോവും. സാരദാനിനരികെ ഇസ്രായേലിന് താഴെ ബേത് ഷെയാൻ മുതൽ ആബേൽ മെഹോല വരെയും യോക് മെയാമിൻ്റെ അപ്പുറം വരെയുള്ള ബേത് ഷെയാൻ മുഴുവനുമായിരുന്നു. ഗിലെയാദിലെ രാമോത്തിൽ ബെൻ ഗേബർ. അവൻ്റെ ഇടവക മനശ്ശെയുടെ മകനായ യായീരിന് ഗിലെയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളുമുള്ള 60 വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാശാനിലെ അർഗോബ് ദേശവുമായിരുന്നു. മഹാനയീമിൽ ഇദ്ദോവിൻ്റെ മകൻ അഹീനാദാബ്. നഫ്താലിയിൽ അഹീമാസ് അവൻ ശലോമോന്റെ മകളായ ബാശമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. ആശേരിലും ബയാലോത്തിലും ഹൂഷായിയുടെ മകൻ ബാന. ഇസഖാരിൽ പാരൂഹിൻ്റെ മകനായ യഹോഷഫാത്ത്. ബെന്യാമിനിൽ ഏലിയയുടെ മകനായ ഷിമയി. അമോര്യ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിൻ്റെയും രാജ്യമായിരുന്ന ഗിലെയാദ് ദേശത്ത് ഹൂരിൻ്റെ മകൻ ഗേബർ. ആ ദേശത്ത് ഒരു രാജ്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദയും ഇസ്രായേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു. നദി മുതൽ ഫെലിസ്ത്യ ദേശം വരെയും മിസ്രൈമിൻ്റെ അതിർവരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവൻ്റെ ജീവപര്യന്തം സേവിച്ചു. ശലോമോന്റെ നിത്യചെലവ് ദിവസം ഒന്നിന് 30 പറ നേരിയ മാവും 60 പറ സാധാരണ മാവും, മാൻ, ഇളമാൻ, മ്ലാവ്, പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചൽ പുറത്തെ 20 കാളയും 100 ആടുമായിരുന്നു. നദിക്ക് ഇക്കരെ തിഫ്സഹ് മുതൽ ഗസ വരെയുള്ള സകല ദേശത്തെയും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു. ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദയും ഇസ്രായേലും ദാൻ മുതൽ ബേർഷേബ വരെയും ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും നിർഭയം വസിച്ചു. ശലോമോന് തൻ്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലയവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിൻ്റെ പന്തിഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കും. അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്റെ മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യരുടെയും സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. സകല മനുഷ്യരെക്കാളും എസ്രാഹ്യനായ ഏഥാൻ, മഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അവൻ 3000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ലെബോനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു. അധ്യായം 5. ശലോമോൻ അവൻ്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. ഹീരാം എല്ലായ്പ്പോഴും ദാവീദിൻ്റെ സ്നേഹിതനായിരുന്നു. ശലോമോൻ ഹീരാമിൻ്റെ അടുക്കലും ആളയച്ചു പറയിച്ചത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദിൻ്റെ ശത്രുക്കളെ യഹോവ അവൻ്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയുവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എൻ്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ ഇതാ, ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന
നിന്റെ മകൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയുമെന്ന് യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് അരുളിച്ചതുപോലെ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയുവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ ലെബനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം. എൻ്റെ വേലക്കാർ നിൻ്റെ വേലക്കാരുടെ കൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ വേലക്കാർക്ക് നീ പറയുന്ന കൂലി ഞാൻ എത്തിച്ചു തരാം. സീദോന്യരെ പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് നീ അറിയുന്നുവല്ലോ. ഹീരാം ശലോമോൻ്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹീരാം ശലോമോൻ്റെ അടുക്കൽ ആളയിച്ചു പറയിച്ചതെന്തെന്നാൽ, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു. ദേവദാരുവിൻ്റെയും സരളമരത്തിൻ്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെയും ഞാൻ ചെയ്യാം. എൻ്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് ഇവ ഇറക്കിയ ശേഷം ഞാൻ ചങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിപ്പിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എൻ്റെ ഗൃഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എൻ്റെ ഇഷ്ടവും നിവർത്തിക്കണം. അങ്ങനെ ഹീരാം ശലോമോന് ദേവദാരുവും സരളമരവും അവൻ്റെ ഇഷ്ടം പോലെയൊക്കെയും കൊടുത്തു പോന്നു. ശലോമോൻ ഹീരാമിൻ്റെ ഗൃഹത്തിലേക്ക് ആഹാരം വഹിക്കുകയും 20,000 പറ കോതമ്പും 20 പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു. ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും. യഹോവ ശലോമോനോട് അരുളിച്ചതുപോലെ അവന് ജ്ഞാനം നൽകി. ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടിയും ചെയ്തു. ശലോമോൻ രാജാവ് ഇസ്രായേലിൽ നിന്നൊക്കെയും ഊഴിയവേലക്കാരെ വരിയിട്ടെടുത്തു. ഊഴിയവേലക്കാർ 30,000 പേരായിരുന്നു. അവൻ അവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലെബാനോനിലേക്ക് അയച്ചു. അവർ 1 മാസം ലെബാനോനിലും 2 മാസം വീട്ടിലുമായിരുന്നു. അദോനീരാം ഊഴിയവേലക്കാർക്ക് മേധാവിയായിരുന്നു. വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന 3,300 പ്രധാന കാര്യക്കാരന്മാരൊഴികെ ശലോമോന് 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു. ആലയത്തിന് ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ല് വെട്ടി. ശലോമോൻ്റെ ശില്പികളും ഹീരാമിൻ്റെ ശില്പികളും ഗബാല്യരും ആലയപ്പണിക്കായി മരവും കല്ലും ചെത്തി ഒതുക്കി.